ആദായനികുതി വകുപ്പ് പാർട്ടിയെ വേട്ടയാടുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. പാർട്ടിയുടെ 1 കോടി രൂപ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിന്റെ നടപടിയെ നിയമപരമായി നേരിടുമെന്നും MM വർഗീസ്. സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യാഴാഴ്ച മുതൽ. പരിഷ്കാര നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ക്യാൻസറിനടക്കമുള്ള വില കൂടിയ മരുന്നുകൾ പുറമെ നിന്ന് കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിൽ രോഗികൾ. കനത്ത ചൂടിന് നേരിയ ആശ്വാസം. സംസ്ഥാനത്ത് ബുധനാഴ്ച ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തില്ല. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഉന്നതതല സമിതി യോഗം വ്യാഴാഴ്ച ചേരും. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും വ്യാഴാഴ്ച കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ഒരിങ്ങൽകുത്ത് പുടിയിലപ്പാറയിൽ കരടിയിറങ്ങി. മേഖലയിൽ കരടിയുടെ സാന്നിധ്യം പതിവാകുന്നു. തിരുമിറ്റക്കോട് പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടു വീണു. ഒഴിവായത് വൻ ദുരന്തം. വരന്തരപ്പള്ളി കാളക്കല്ലിൽ പെട്ടിയോട്ടും തടഞ്ഞ് കവർച്ചാശ്രമം. സ്കൂട്ടറിലെത്തിയ 3 പേർ ചേർന്ന് ഡ്രൈവറെ മർദ്ദിച്ചു. അക്രമികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പണം പിടിച്ചെടുത്ത ആദായനികുതി വകുപ്പിന്റെ നടപടി കേന്ദ്ര വേട്ടയാടലിന്റെ ഭാഗമാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും CPM. പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് മുൻകൂട്ടി നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ആദായനികുതി വകുപ്പിന്റെ തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ നേരത്തെ പിൻവലിച്ച 1 കോടി രൂപയുമായി പോയത്. എന്നാൽ ഇടപാടുകൾ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്കിലുണ്ടായിരുന്ന വകുപ്പ് ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുക്കുകയായിരുന്നു. പാൻ നമ്പർ രേഖപ്പെടുത്തുന്നതിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് അക്കൗണ്ട് മരവിപ്പിക്കാൻ കാരണം. എന്നാൽ ഇതിനെ ദുരൂഹമായി അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. നിയമാനുസൃതവും ജനാധിപത്യപരവുമായി പ്രവർത്തിക്കുന്ന CPMനെ കേന്ദ്ര അധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് ആദായനികുതി വകുപ്പിന്റെ ഇപ്പോഴത്തെ നടപടി. പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടും സുതാര്യമാണ്. തങ്ങൾക്കൊന്നും മറച്ചുവെക്കാനില്ലെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. നിയമാനുസൃതമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു ഇടപാട്, ഈ പണം ചെലവാക്കുന്നത് യാതൊരു കാരണവശാലും തടയാനുള്ള അവകാശം ഇൻകം ടാക്സിന് ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇതിനൊന്നും മറച്ചു വയ്ക്കാനില്ല. എല്ലാം സുതാര്യമായിട്ടുള്ള കാര്യം. ഏത് അക്കൗണ്ടും സുതാര്യമാണ്. ഇപ്പോഴത്തെ ഒരു നിലയിൽ പ്രതിപക്ഷത്തിനെതിരെ, കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് CPMനെതിരെ വലിയ നിലയിലുള്ള ഈ വേട്ടയാടൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നതാണ്. ഈ നിലയിലുള്ള കടന്നാക്രമണങ്ങളെ ആ നിലയിൽ തന്നെ കണ്ടുവരും. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഏപ്രിൽ 2-ന് പിൻവലിച്ച പണമാണ് ചൊവ്വാഴ്ച ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ മാധ്യമ കോലാഹലം ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് പിൻവലിച്ച പണം ഉപയോഗിക്കാതെ ഓഫീസിൽ സൂക്ഷിച്ചതെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. TCV തൃശൂർ. സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ രീതി പ്രകാരം റോഡ് ടെസ്റ്റിന് ശേഷമാണ് ഇനി ടെസ്റ്റ് നടത്തുക. കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഏർപ്പെടുത്തുന്നത്. പ്രതിദിന ടെസ്റ്റുകൾ 60ആയും കുറച്ചിട്ടുണ്ട്. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. CITU, INTUC, BMS എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. RT ഓഫീസിലെ സേവനങ്ങളോട് സഹകരിക്കില്ലെന്ന് സംയുക്ത സംഘടനാ നേതാക്കൾ പറഞ്ഞു. പരിഷ്കരണം നടപ്പാക്കുന്നതിനായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആവശ്യപ്പെട്ടു. തൃശൂരിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ യോഗം ചേർന്ന് പണിമുടക്ക് വിജയിപ്പിക്കുവാൻ തീരുമാനിച്ചു. സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ ബെന്നി, വിനു, പെപ്പിൻ ജോർജ്, ശശി പ്രകാശ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 2024 സർക്കുലറിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തൃശൂർ താലൂക്കിൽ കൂട്ടമായി സമരം ചെയ്യാണ്. ഏതൊരു വ്യക്തിയും ടെസ്റ്റിന് വന്നാൽ നാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കാത്ത രൂപത്തിൽ ഡ്രൈവിംഗ് മേഖല അടച്ചിട്ടുകൊണ്ട് കേരളത്തിൽ ഒന്നടങ്കം എല്ലാ സംയുക്ത സമരസമിതി അംഗങ്ങളും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമരം വൻ വിജയമാക്കി ഈ 4/2024 സർക്കുലറിനെ ചലഞ്ച് ചെയ്ത് അവസാനിപ്പിച്ച് ഈ മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും, ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള മുഴുവൻ ആളുകളും വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കൊണ്ടുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചിട്ടുകൊണ്ട് സമരം നടത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ക്യാൻസറിനടക്കമുള്ള വില കൂടിയ മരുന്നുകൾ പുറമെ നിന്ന് കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിൽ രോഗികൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് മരുന്ന് കിട്ടണമെങ്കിൽ ഏറെ നേരം ക്യൂവിൽ കാത്തു നിൽക്കണം. 1-2 മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന ശേഷമാണ് അറിയുക ഭൂരിഭാഗം മരുന്നുകളും ഇവിടെ സ്റ്റോക്കില്ല എന്നത്. മെഡിക്കൽ കോളേജിലെ സൗജന്യ മരുന്ന് വിതരണം ഭൂരിഭാഗവും നിലച്ചതോടെ ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ പുറമേ നിന്ന് വൻവില നൽകി വാങ്ങേണ്ട ഗതികേടിലാണ് രോഗികൾ. കോളേജിൽ മരുന്നില്ല. ആ ക്യൂവിൽ നിന്ന് അവിടെ ചെല്ലുമ്പോഴും ആ മരുന്നില്ല. എല്ലാം വില കൊടുത്ത് പുറമേ വാങ്ങിക്കണം. അതും കിട്ടാറില്ല. പുറമേ വില കൊടുത്താലും മരുന്ന് കിട്ടാറില്ല. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് തന്നെ 4 നീതി മെഡിക്കൽ സ്റ്റോറുകളും ഒരു ന്യായവില മെഡിക്കൽ ഷോപ്പും ഉണ്ടെങ്കിലും ഇവിടെയും പല മരുന്നുകളും ഇല്ലാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ 1000-ഉം 2000-ഉം 5000-ഉം 10,000-ഉം എല്ലാം വില വരുന്ന മരുന്നുകൾ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാരുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 1000കണക്കിന് രൂപയുടെ മരുന്നുകളാണ് നമുക്കിവിടെ ഡോക്ടർമാർ എഴുതി തരുന്നത്. അതിവിടെ വന്നു കഴിഞ്ഞാൽ ക്യൂവിൽ നിന്ന് ഈ ചൂടത്ത് നിന്ന് കഴിഞ്ഞാൽ ചാവാൻ പോകുന്നതിന് തുല്യമാണ് ഇവിടെ ഈ ചൂടത്തുന്നത്. അത് കഴിഞ്ഞാൽ ഒരു മരുന്നില്ല, 2 മരുന്നില്ല. അതിലുള്ള നമുക്ക് വെറുതെ തരുന്ന പോലെയാണ് അവരുടെ സംസാരം, അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ. നമ്മൾ 10,000 ഉൾപ്പെടെ മരുന്ന് കൊടുത്തിട്ടാണ് ഈ സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നത്. മിക്ക മരുന്നുകളും പിന്നെ സ്റ്റോക്കില്ല. അതാണ് ഏറ്റവും സത്യം. അപ്പം നമ്മൾ നിരാശയിൽ വേറെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകും. ഇതന്നെ അവിടുത്തെ അവസ്ഥ. കാശ് കൊടുത്താലും മരുന്ന് കിട്ടാനില്ല. പറയുമ്പോൾ എല്ലാം ഫ്രീ ആണെന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ പറയുന്നത്. പാവങ്ങൾക്ക് ഇവിടെ ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ഇതുണ്ട് അതുണ്ട് എന്ന് പറയുന്നല്ലാതെ അതൊന്നും ഇവിടെ വരുമ്പോൾ കിട്ടുന്നില്ല. മരുന്നുകൾ കിട്ടാതെ രോഗികൾ ദുരിതത്തിലായ സാഹചര്യത്തിലും വേനൽക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന അവസ്ഥയിലും അവശ്യമരുന്നുകൾ അടിയന്തരമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ലഭ്യമാക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. എന്നാൽ മരുന്നുകൾ മിക്കതും സ്റ്റോക്കില്ലാത്തതിനാൽ പുറമേ നിന്ന് വൻവില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ്. ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. സംസ്ഥാനത്ത് കനത്ത ചൂടിന് നേരിയ ആശ്വാസം. ഒരു ജില്ലയിലും ബുധനാഴ്ച ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൂര്യാതപം, സൂര്യാഘാതം എന്നിവ ഏൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്ന സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വ്യാഴാഴ്ച ഉന്നതതല യോഗം ചേരും. വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണമെന്നാണ് KSEB സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ. നിലവിലെ സാഹചര്യവും KSEBയുടെ ആവശ്യവും ചർച്ച ചെയ്യാൻ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുക. കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് രേഖപ്പെടുത്തിയത്. ജൂൺ ആദ്യം കാലവർഷം എത്തിയില്ലെങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും വ്യാഴാഴ്ച ജലവിതരണം തടസ്സപ്പെടും. പീച്ചിയിൽ നിന്നും തൃശൂരിലേക്കുള്ള പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് ഡാമിന്റെ പ്രവേശന കവാട ഭാഗമായ പുളിയിലപ്പാറയിൽ കരടിയെ കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രി വാൽപ്പാറയിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികളാണ് റോഡിലൂടെ നടന്നുപോകുന്ന കരടിയെ കണ്ടത്. വാഹനത്തിന്റെ ശബ്ദവും വെളിച്ചവും കണ്ടപ്പോൾ റോഡിലൂടെ കുറേ ദൂരം ഓടിയ കരടി പിന്നീട് കാട്ടിലേക്ക് കയറിപ്പോയി. പുളിയിലപ്പാറ മേഖലയിൽ സ്ഥിരമായി രാത്രികാലങ്ങളിൽ കരടിയെ കാണുന്നത് പതിവാണ്. തിരുവറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടു വീണു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. മണ്ണെടുപ്പ് നടക്കുന്ന പള്ളിപ്പാടം കുന്നിൽ നിന്നും ആളുയരത്തിലുള്ള 2 പാറകളാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടു വീണത്. കുത്തനെയുള്ള കുന്നിൻ ചെരുവിലൂടെ ഉരുണ്ടുവന്ന പാറകൾ വീടുകൾക്ക് സമീപമുള്ള പറമ്പിലെ റബ്ബർ മരങ്ങളിൽ തട്ടി തടഞ്ഞു നിൽക്കുകയായിരുന്നു. തോട്ടത്തിൽ ആടിനെ നോക്കിയിരുന്ന പ്രദേശവാസിയായ മുഹമ്മദ് ഞൊടിയിടയിൽ ഓടി മാറിയതിനാൽ ആളപായമുണ്ടായില്ല. ഞാനിവിടെ ഇരിക്കുകയായിരുന്നു, ആടോളാക്കിയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കല്ലുരുണ്ട് വന്നത്. ഞാനും മല ഇടിഞ്ഞ് വരികയാണെന്ന് വെച്ചിട്ട് പാഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് കല്ല് ഇവിടെ വന്നു നിന്നത്. അപ്പോഴാണ് ഞാൻ എല്ലാവരെയും അറിയിച്ചത്. അപ്പോൾ എല്ലാവരും വന്നു. സംഭവത്തെ തുടർന്ന് വാർഡ് മെമ്പർ MK റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. പാറകൾ സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്ക് പതിക്കാതിരുന്നതും വലിയ ദുരന്തമൊഴിവായി. കുന്നിൻ താഴ്വരയിൽ 200ഓളം വീടുകളും 300ഓളം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുമുണ്ട്.
ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന മണ്ണെടുപ്പിനെതിരെ പലതവണ പരാതി നൽകിയെങ്കിലും ഇത് തടയാൻ നടപടി ഉണ്ടായില്ലെന്ന് ആരോപണമുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള സാധനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇത് എല്ലാ ഉദ്യോഗസ്ഥരും കളക്ടർ അടുത്ത് പോലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസിൽ, ജിയോളജിക്ക്, എല്ലാവർക്കും ഈ അപകടം ഞങ്ങൾ മുൻകൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഇത് ഇവിടെ നടത്തരുത് എന്ന് പറഞ്ഞ് ശക്തമായി ഞാനും ഞങ്ങളെ പള്ളിപ്പാട് ജനങ്ങളും ഇതിന് സപ്പോർട്ട് വരുന്നവരുടെ പേരിൽ കേസ് എടുത്തിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ മണ്ണ് മാഫിയ ഇവിടെ പള്ളിപ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നടക്കുന്ന മണ്ണെടുപ്പ് കാരണം കുട്ടികളുമായി ഭയന്നാണ് വീടുകളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികളായ വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ 7 മാസത്തിൽ കൂടുതലായി മണ്ണെടുക്കണ മാഫിയായിട്ട്, അതിന്റെ അപ്പുറത്ത് വലിയൊരു കോറിയും ട്രഷറി ആയിട്ട് നടക്കുന്നുണ്ട്. രാവും പകലും പണി കാരണം കൊണ്ട് വീട്ടിൽ സമാധാനത്തോടു കൂടെ ഉറങ്ങാനും കൂടി പറ്റുന്നില്ല. ഇതിനായിട്ട് ആരെങ്കിലും മുൻഗണന എടുത്തിറങ്ങിയാൽ അവരെ പേരിൽ കേസ് എടുക്കുക, പിന്നെ അവർ കാശ് മേടിച്ചിട്ട് പിന്നെ അവർ ഒതുങ്ങി നിൽക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോണത്. ജനങ്ങൾ ഭയങ്കര ഭീതിയിലാണ് ജീവിച്ചു പോണത്. അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, മെമ്പർമാരായ PM മുസ്തഫ തങ്ങൾ, PM വാഹിദ് എന്നിവർ സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇന്നിവിടെ ഒരു കല്ല് പൊട്ടി വീണ് താഴത്തെ വീടുകളുടെ ഒരു വലിയൊരു അപകടം ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മുഴുവൻ മാറ്റി അടുത്ത നടപടി ഇതിന് ആരാണോ അധികാരികൾ ഇതിൻ്റെ പെർമിഷൻ കൊടുത്തിരിക്കുന്ന അധികാരികൾ വന്ന് ജനങ്ങളുടെ ആശങ്കയും മാറ്റിയതിന് ശേഷം മാത്രമേ ഇനി അടുത്തൊരു നടപടി ഉണ്ടാവുകയുള്ളൂ. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുക്കുന്നതെന്ന് ഖനനം നടത്തുന്ന കമ്പനി അധികൃതർ പറയുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് മണ്ണെടുക്കുന്നതും കൊണ്ടുപോകുന്നതുമെന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നത്. വലിയ ഉരുളൻ പാറകൾ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത്. പാറയിടുക്കുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ടെന്നും മഴക്കാലമായാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. TCV എരുമപ്പെട്ടി. വരന്തരപ്പിള്ളി കാളക്കല്ലിൽ പെട്ടിയോട്ടോ തടഞ്ഞ് കവർച്ചാശ്രമം. സ്കൂട്ടറിലെത്തിയ 3 പേർ ചേർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിനു ശേഷം ഓട്ടോയുടെ ചില്ല് തകർത്തു. വരന്തരപ്പിള്ളി വടക്കുമുറി ഇടശ്ശേരി ബാബുവിനെയാണ് സ്കൂട്ടറിലെത്തിയ 3 പേർ ചേർന്ന് മർദ്ദിച്ചത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വെണ്ടൂരിൽ നിന്ന് ഇറച്ചിയുമായി വരന്തരപ്പിള്ളിക്ക് വരികയായിരുന്ന ബാബുവിനെ സ്കൂട്ടറിലെത്തിയവർ തടഞ്ഞു നിർത്തുകയായിരുന്നു. സ്കൂട്ടറിൽ വന്ന ഒരാൾ ഓട്ടോയുടെ ഡോർ തുറന്ന് ബാബുവിനോട് പണം ആവശ്യപ്പെടുകയും പണമില്ലെന്ന് പറഞ്ഞയുടനെ സംഘത്തിലെ ഒരാൾ ബാബുവിനെ മർദ്ദിക്കുകയുമായിരുന്നു. ഇതേസമയം സ്കൂട്ടർ ഓടിച്ചിരുന്നയാൾ ഓടിവന്ന് വഴിയരിയിൽ കിടന്ന വലിയ കരിങ്കൽ എടുത്തെറിഞ്ഞ് ഓട്ടോയുടെ ചില്ല് തകർത്തതായും ബാബു പറഞ്ഞു. ഇറച്ചി കൊണ്ട് നന്ദിവരം ഭാഗത്തേക്ക് വരുമായിരുന്നു. അപ്പം 3 പേര് സ്കൂട്ടറിൽ വന്നിട്ട് പെട്ടെന്ന് വഴി ചോദിക്കാൻ പറഞ്ഞ മാതിരി വന്നവർ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരുത്തന്നെ ഓടി വന്നിട്ട് ഡോറ് തുറന്നിട്ട് തന്നെ പൈസ എടുക്കടാന്ന് പറഞ്ഞ് ഒറ്റ അതിൽ മോന്തയ്ക്ക്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ 2 പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്തൻ വന്നിട്ട് ഇപ്പുറത്തോടെ വന്നിട്ട് അവനും എന്നെ മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പൈസ എടുക്കടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ. ഈ സമയം അതുവഴി വന്ന വാഹനയാത്രികർ ഒത്തുകൂടിയതോടെ 3 പേരും സ്കൂട്ടറുമായി രക്ഷപ്പെടുകയായിരുന്നു. സ്കൂട്ടറിന്റെ നമ്പർ കുറിച്ചെടുത്തുവെങ്കിലും അത് പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞു. ബാബു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ബാബുവിന്റെ പരാതിയിൽ വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. വള്ളത്തോൾ പള്ളിക്കരയിൽ പട്ടാപ്പകൽ മോഷണം. വീട്ടമ്മയുടെ 4 പവന്റെ സ്വർണ്ണമാലയും വീട്ടിൽ സുഖമില്ലാതെ കിടന്നിരുന്ന വയോധികയുടെ 1.5 പവന്റെ സ്വർണ്ണമാലയും 2 അംഗ സംഘം കവർന്നു. പള്ളിക്കര തോറ്റപ്പറമ്പിൽ വീട്ടിൽ ഉർവശി, പേരക്കുട്ടി ദിനേശന്റെ ഭാര്യ രജിത എന്നിവരുടെ മാലയാണ് മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കമ്പിളിപ്പതുപ്പ് വിൽപ്പനയ്ക്ക് എന്ന് വ്യാജേന ബൈക്കിലെത്തി ഒരാൾ വീടിന്റെ പുറത്തുനിന്ന് തുണികൾ എടുത്തുകൊണ്ടിരുന്ന രജിതയുടെ വായ മുറ്റത്ത് കിടന്നിരുന്ന തുണി കൊണ്ട് പൊത്തിപ്പിടിക്കുകയും ഒപ്പമുണ്ടായിരുന്നയാൾ ഉർവശിയുടെ മാലയും പുറത്തുവന്ന് രജിതയുടെ മാലയും പൊട്ടിച്ച് ബൈക്കിൽ കടന്നു കളയുകയുമായിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബൈക്കുമ്പോൾ 2 ആൾക്കാർ ഹെൽമെറ്റും മാസ്കൊക്കെ വെച്ചിട്ട് വന്നു. അപ്പം ഞാൻ കോലായത്ത് നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഒരാളങ്ങനെ അകത്തേക്ക് കയറി. അപ്പം ഞാൻ എന്തെങ്ങനെ പന്തിയല്ലാതെ ഒരാളകത്തേക്ക് പെട്ടെന്ന് വെച്ചിട്ടേക്ക് എന്താ ഇപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്ന അഴിക്കാമുണ്ടായിരുന്ന ടർക്കി എടുത്തിട്ട് എൻ്റെ മുഖം വായ പൊത്തി പിടിച്ച് നിന്നു. അപ്പോൾ അകത്ത് അമ്മമ്മ സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മേനെ അവിടെ നിന്ന് സൗണ്ട് കേട്ടു. ഒരു പെട്ടിയൊക്കെ അമ്മമ്മയുടെ അവിടെ ഇരിക്കുന്നുണ്ട്. സൗണ്ട് ഇങ്ങനെ കേട്ടു. അത് കഴിഞ്ഞിട്ട് അവർ അപ്പോഴൊക്കെ എന്നെ ഇങ്ങനെ മുഖം പൊത്തി പിടിച്ച്.
രാജ്യത്ത് പാചകവാതക വാണിജ്യ സിലിണ്ടറിന്റെ വില 19 രൂപ കുറച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ മാസം 31 രൂപ 50 പൈസ കുറച്ചിരുന്നു. അതേസമയം ഗാർഹിക ആവശ്യ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഫെബ്രുവരിയിലും മാർച്ചിലുമായി ഗാർഹിക ആവശ്യ സിലിണ്ടറിന്റെ വില 42 രൂപ കൂട്ടിയിരുന്നു. സാർവദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് നാടകം, റാലികളും പൊതുസമ്മേളനവും നടന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ റാലിയും പൊതുസമ്മേളനവും നടന്നു. നടുവിലാലിൽ നടന്ന പൊതുസമ്മേളനം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കളായ M രാധാകൃഷ്ണൻ, T സുധാകരൻ, MR രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച റാലിക്ക് K മുരളീധരൻ, AR കുമാരൻ, T ഗോപിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. സ്വരാജ് റൌണ്ട് ചുറ്റി നടന്ന റാലിക്ക് ശേഷം മുണ്ടശ്ശേരി ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി AK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് അധ്യക്ഷത വഹിച്ചു. കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവർക്കിടയിൽ നിന്ന് ഇന്ത്യൻ കത്തോലിക്ക സഭയിൽ ആദ്യമായി ഒരാൾ പുരോഹിതനായി അഭിഷിക്തനാകുന്നു. കൈകൾ കൊണ്ട് സംസാരിക്കുകയും കണ്ണുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന വിശ്വാസി സമൂഹത്തിന് ഇത് അഭിമാന നിമിഷം. തൃശൂർ ബസലിക്ക ഇടവകയിൽ താമസിക്കുന്ന തലക്കോട്ടുകര തേർമടം തോമസ് റോസി ദമ്പതികളുടെ ഇളയ മകൻ ജോസഫാണ് വ്യാഴാഴ്ച അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കുന്നത്. ജോസഫ് തേർമടം വൈദികനായി അഭിഷിക്തനാകുമ്പോൾ സംസാര കേൾവി വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിൽ നിന്ന് ഇന്ത്യയിൽ പുരോഹിതനാകുന്ന ആദ്യത്തെയും ഏഷ്യയിൽ രണ്ടാമത്തെയും ആഗോള കത്തോലിക്ക സഭയിൽ 26ാമത്തെയും വ്യക്തി എന്ന വിശേഷണത്തിന് അർഹനാവുകയാണ്. ബദിര സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു വൈദികനായിട്ട് മാറുകയാണ്. ഒത്തിരി ധാരാളം പ്രതിസന്ധികളുണ്ടായിരുന്നു. ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും എന്തായിരുന്നു ഒരു പ്രചോദനം? ഇതുമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? എൻ്റെ പ്രോത്സാഹനവും എൻ്റെ വളർച്ചയും ഈ വൈദികനാകാനുള്ള വളർച്ചയും ഒക്കെ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. എൻ്റെ തുടർന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ സേവനവും മറ്റുള്ളവരുടെ സഹായവും കൊണ്ടൊക്കെ മാത്രമാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ളത്. ആ ഒരു പ്രോത്സാഹനം എന്നെ ഇതുവരെയും ശക്തിപ്പെടുത്തി. നാളെ ഞാൻ ആ ഒരു വേദിയിലെത്തുമ്പോഴേക്കും ഒരിടത്ത് പ്രാർത്ഥന മറസായാലും മറ്റുള്ളവരുടെ ആ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഈ നിലയിലേക്ക് എത്തിച്ചേർന്നത്. മുംബൈ, അമേരിക്ക എന്നിവിടങ്ങളിലായിരുന്നു പഠനം. പുരോഹിതനാകാനുള്ള അദമ്യമായ ആഗ്രഹം മൂലം 2008 അമേരിക്കയിൽ വെച്ച് ഫാദർ കോളിൻ വഴി ഡൊമിനിക്കൻ മിഷണറീസ് ഓഫ് ദ ഡഫ് അപ്പോസ്റ്റലേറ്റ് സെമിനാരിയിൽ ചേർന്നു. 2009 ആദ്യവ്രതവും 2012 നിത്യവ്രതവും സ്വീകരിച്ചു. 2015-17 കാലയളവിൽ അമേരിക്കയിലെ ഫ്രാൻസിസ്കോയിലെ സെന്റ് ബെനഡിക്ട് ഡഫ് പാരിഷിൽ സേവനമനുഷ്ഠിച്ചു. ഇതിനിടെ കേരളത്തിലെ ബദിര മൂക വിദ്യാലയങ്ങളിൽ ആംഗ്യഭാഷയിൽ കൂദാശകൾ പരിക്രമം ചെയ്തും കൗൺസിലിംഗ് ക്ലാസുകളും പരിശീലനങ്ങളുമായി ബദിരമൂക സമൂഹത്തെ സഹായിക്കുകയും ചെയ്യുന്ന ഫാദർ ബിജു മൂലക്കര ഐമനത്ത് സ്ഥാപിച്ച നവധ്വനിയെക്കുറിച്ചറിയുകയും അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഹോളി ക്രോസ് സഭാംഗമാവുകയും ചെയ്തു. ഹോളി ക്രോസ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. ഇതുപോലുള്ള ഒരു വിളിയും ഇതുപോലൊരു പൗരോഹിത്യവും ബദിര സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. സഭയുടെ അഗാധമായ സ്നേഹവും ഹോളി ക്രോസ് സഭയുടെ തുറവിയും ഒക്കെ എല്ലാം ഈ ഒരു പൗരോഹിത്യത്തിലൂടെ ലോകം കാണുവാൻ പോവുകയാണ്. 2013 പൂനെയിലെ ഹോളി ക്രോസ് സെമിനാരിയിൽ നിന്ന് ഡീക്കൻ പട്ടം നേടിയതോടെയാണ് പൗരോഹിത്യം എന്ന ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് വഴി തുറന്നത്. വൈദികനായ ശേഷം ഇന്ത്യയിലെ വിവിധ ബദിര മിനിസ്ട്രികളുമായി ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാനാണ് ഡീക്കന്റെ ആഗ്രഹം. വൈദിക പട്ടം സ്വീകരിച്ചുകൊണ്ടുള്ള ആദ്യ കുർബാനയ്ക്ക് ശബ്ദമാകുന്നത് ഫാദർ ബിജു മൂലക്കര ആണ്. തുടർന്ന് സഭയിൽ നിന്നൊരാളെ ഫാദർ ജോസഫിനൊപ്പം നിയോഗിക്കും. ജോസഫ് തേർമടം ബ്രദർ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ സംസാരത്തിനും കേൾവിക്കും പരിമിതിയുള്ളവരുടെ സമൂഹത്തെ സഭ ചേർത്ത് പിടിക്കുകയാണ്. പുത്തമ്പള്ളിയുടെ നവതിയോടനുബന്ധിച്ച് സംസാരത്തിനും കേൾവിക്കും പരിമിതിയുള്ളവർക്ക് മാസത്തിലൊരിക്കൽ ആംഗ്യഭാഷയിൽ വിശുദ്ധ കുർബാനയ്ക്കും കുമ്പസാരത്തിനും കൗൺസിലിങ്ങിനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ആ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ മുഹൂർത്തമാണ്. TCV ന്യൂസ്, തൃശൂർ.
കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ചാലക്കുടി കൂടപ്പുഴയിൽ ആറാട്ട് നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ആർപ്പുവിളികളിൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് സംഗമേശ്വരൻ പുഴയിൽ ആറാടിയത്. പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം 3 വട്ടമാണ് ഭഗവാന്റെ തിടമ്പുമായി തന്ത്രി തരടനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പുത്തിലത്ത് ആനന്ദ നമ്പൂതിരിപ്പാട് എന്നിവർ ആറാട്ട് മുങ്ങിയത്. തന്ത്രി നഗരമണ് ത്രിവിക്രമൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പുത്തിലത്ത് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവരും കാർമ്മികരായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നും 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് സംഘമെത്തിയത്. കൂടപ്പുഴ മനയിൽ പറ നിറത്തിന് ശേഷം താളമേളങ്ങളോടെ സംഘം ആറാട്ടുകടവിലേക്ക് നീങ്ങി. തുടർന്ന് പുഴക്കടവിൽ പ്രത്യേകം തയ്യാറാക്കിയിരുന്ന പന്തലിൽ പൂജാതി കർമ്മങ്ങൾ നടന്നു. ഭഗവാൻ ആറാടിയ മഞ്ഞൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്തു. തുടർന്ന് ആറാട്ടുകഞ്ഞി പ്രസാദമായി നൽകി. ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിരുന്നു. ദേവസ്വം ചെയർമാൻ CK ഗോപി, അഡ്മിനിസ്ട്രേറ്റർ ഉഷാനന്ദിനി എന്നിവരുടെ നേതൃത്വത്തിൽ കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ആറാട്ടിന് സന്നിഹിതരായിരുന്നു. വില്ലാറ്റഞ്ഞൂരിൽ കിണറ്റിൽ വീണ സ്ത്രീയെ രക്ഷപ്പെടുത്താനിറങ്ങിയവർ കുഴഞ്ഞു വീണു. വില്ലാറ്റഞ്ഞൂർ സ്വദേശി കുറ്റിക്കാട്ട് സലോമിയാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണത്. സലോമിയെ രക്ഷപ്പെടുത്താൻ കിണറ്റിലിറങ്ങിയ വെങ്ങിരിശ്ശേരി പട്ടിയിൽ ജയനും കട്ടശ്ശേരി പ്രഭാകരനും ശ്വാസം കിട്ടാതെ തിരികെ കയറി. സലോമിയുടെ നില വഷളായതിനെ തുടർന്ന് വീണ്ടും താൽക്കാലിക സജ്ജീകരണങ്ങൾ ഒരുക്കി ഇവർ വീണ്ടും കിണറ്റിൽ ഇറങ്ങി. സലോമിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം പ്രഭാകരനും ജയനും കിണറ്റിൽ നിന്ന് കയറാൻ ശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞ് അവശരായി വീണു. നാട്ടുകാർ 2 പേരെയും കിണറിന് പുറത്തേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. കുന്നുകുളം ഫയർഫോഴ്സും എരുമപ്പെട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വൈകല്യത്തെ തോൽപ്പിച്ച് ചാലിശ്ശേരി സ്വദേശിയായ യുവാവ് തൊഴിലെടുക്കുന്നത് വേറിട്ട കാഴ്ചയാകുന്നു. ചിറയത്ത് വീട്ടിൽ ഫ്രാൻസിസ് ആണ് ഇടത് കൈപ്പത്തി അറ്റുപോയിട്ടും നാളികേരം പൊളിക്കുന്ന തൊഴിലെടുത്ത് കഴിഞ്ഞ 7 വർഷമായി കുടുംബം പോറ്റുന്നത്. 18-ാം വയസ്സിൽ തമിഴ്നാട് ചെന്നൈയിലെത്തിയ യുവാവ് നീണ്ട 20 വർഷം പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ മിഷ്യൻ ഓപ്പറേറ്ററായിരുന്നു. ജോലി ചെയ്യുന്നതിനിടയിൽ മിഷനറിയിൽ കൈയകപ്പെട്ട് ഇടത് കൈപ്പത്തി മുഴുവനും നഷ്ടമായി. തുടർന്ന് 10 വർഷം മറ്റൊരു കമ്പനിയിൽ ജോലിയിൽ തുടർന്നു. നാട്ടിലെത്തിയ യുവാവ് കൃത്രിമ കൈ ഘടിപ്പിച്ചു. പിന്നീട് പല തൊഴിലുകളും ചെയ്തെങ്കിലും പരാജയപ്പെട്ടതോടെ നാളികേരം പൊളിക്കുന്ന ജോലിയിൽ സജീവമായിരുന്നു. കുന്നംകുളം, പട്ടാമ്പി, ചങ്ങരംകുളം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പണിയെടുക്കുന്നത്. പണിയെടുക്കുമ്പോൾ കൃത്രിമമായ കൈപ്പത്തി അഴിച്ചാണ് നാളികേരം പൊളിക്കുക. ഇടയ്ക്ക് അസഹ്യമായ വേദനയുണ്ടാകുമ്പോൾ മരുന്നുകൾ തേച്ചു പിടിപ്പിക്കും. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ മറ്റ് മാർഗമില്ലാത്തതിനാൽ ഫ്രാൻസിസ് ഈ ജോലിയിൽ തുടരുകയാണ്. സർക്കാരിൽ നിന്ന് 1600 രൂപ പെൻഷനും ലഭിക്കുന്നുണ്ട്. നാളികേരത്തിന് വിലയിടിഞ്ഞതോടെ പണിയും കുറഞ്ഞതായി ഫ്രാൻസിസ് പറയുന്നു. TC വിനോസ്, കുന്നംകുളം. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. തൈക്കാട് ചക്കങ്കണ്ടം സ്വദേശി കരുമത്തിൽ വീട്ടിൽ ദീപകനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ SHO G അജയകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതിയുടെ പേരിൽ മറ്റ് സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട്. കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയിലെ പിതാക്കന്മാരുടെ ഓർമ്മ ദിനാചരണത്തോടനുബന്ധിച്ച് സമൂഹ സദ്യ നടന്നു. തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയിൽ ദിവ്യബലിയും ധൂപപ്രാർത്ഥനയും അന്യത ശുശ്രൂഷയും നടന്നു. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ സദ്യയുടെ ആശീർവാദം നടന്നു. 15,000-ഓളം പേർ സമൂഹ സദ്യയിൽ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ടെഡിൽ ഉദ്ഘാടനം ചെയ്തു. രക്തദാന ക്യാമ്പ് നടന്നു. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വീട്ടമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിത്തൊടി നായർ വീട്ടിൽ പരേതനായ ശ്രീരാമൻ നായരുടെ ഭാര്യ സത്യഭാമയാണ് മരിച്ചത്. 2 ദിവസമായി വീട് തുറക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ അന്വേഷിച്ചു ചെന്നപ്പോൾ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി അനുഭവപ്പെട്ടു. തുടർന്ന് വീട് തുറന്നു നോക്കിയപ്പോഴാണ് ബാത്റൂമിൽ സത്യഭാമയെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സത്യഭാമ മകൾ പ്രജിതയുടെ വീട്ടിലാണ് താമസം. മകൾ വിദേശത്തേക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോയതിനെ തുടർന്ന് സത്യഭാമ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. തെങ്ങോലയുടെ ഈർക്കിൽ ചൂൽ ഉപയോഗിക്കുന്നവർ തന്നെ വിരളമാണ്. അപ്പോൾ അവ സ്വന്തമായി നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നവരോ അത്യപൂർവവും. എന്നാൽ നായരങ്ങാടി സ്വദേശി ദേവസിക്കത് ദിനചര്യയാണ്. പേര് ദേവസി, സ്ഥലം നായരങ്ങാടി. സ്ഥിരമായി സൈക്കിളിൽ സഞ്ചരിക്കുന്ന കാരണവരുടെ പ്രായം കൂടി അറിയണം. ഈ മേടത്തിൽ 85 വയസ്സിലെത്തി.
ലോറി ഡ്രൈവർ, കൂലിപ്പണിക്കാരൻ, കൃഷിക്കാരൻ അങ്ങനെ എല്ലാ മേഖലകളിലും കൈവച്ച വിധേയത്തിൽ അന്തോണിയുടെ മകൻ ദേവസിയിൽ പ്രകടമാകുന്നത് ഒന്നാം തരം തൊഴിലാളിയുടെ കൈക്കരുത്ത്. ഈ മെയ് ദിനത്തിലെ താരവും അപ്പൂപ്പൻ തന്നെ. റോഡരികിൽ ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളെ അവഗണിക്കാറില്ല. പെറുക്കിയെടുത്ത് ചാക്കിലാക്കി ആക്രിക്കടയിലെത്തിക്കും. കാരണവർക്ക് മറ്റൊരു വരുമാനം കൂടിയാകുമ്പോൾ ഒഴിവാകുന്നതോ പരിസര മലിനീകരണവും. സൈക്കിളിൽ തൂങ്ങിക്കിടക്കുന്ന സഞ്ചികളിൽ ചില്ലറ പച്ചക്കറി സാധനങ്ങളും ഉണ്ടാകും. പരിസരവാസികൾ തുച്ഛമായ വിലയ്ക്ക് നൽകുന്ന ഇവയും ചന്തയിൽ വിൽപ്പന ചരക്കാകും. ഇവിടെ ഈ കൃഷിപ്പണി ഇവരുടെ കൂടെ ആയിരുന്നു, മുണ്ടുപണിക്കാരുടെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോഡിങ്ങിന് ഇറങ്ങി. വിറക് കൊണ്ട് തടിയേറ്റലൊക്കെ ഉണ്ടായിരുന്നു. മണലേറ്റാൻ പോകും. അന്ന് മണ്ണിലേറ്റാൻ പോയാൽ 1 രൂപ തരും. വൈന്തലക്കാരനാണ് ദേവസി. പിതാവിനൊപ്പം ചെറുപ്പത്തിൽ നായരങ്ങാടിയിലെത്തി. ഭാര്യ ചേർച്ചി ഏതാനും വർഷം മുൻപ് മരിച്ചു. മകനോടൊപ്പമാണ് താമസം. ജീവിതശൈലി രോഗങ്ങളെയെല്ലാം ഇക്കാലം അത്രയും ദേവസി അപ്പൂപ്പൻ വേലിക്ക് പുറത്തു നിർത്തി. ഈയിടെ ശ്വാസം മുട്ട് തെല്ല് ബുദ്ധിമുട്ടുണ്ടാക്കി. എങ്കിലും കഴിയാവുന്നത്ര കാലം ആർക്കും ഭാരമാകാതെ അധ്വാനിച്ച് ജീവിക്കണമെന്ന അപ്പൂപ്പന്റെ ആഗ്രഹം ലോക തൊഴിലാളി ദിനത്തിൽ തിളങ്ങുന്ന സന്ദേശം കൂടിയാണ്. TCV ചാലക്കുടി. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയും 16ഓളം കേസുകളിൽ പ്രതിയുമായ എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ പ്രാൺ എന്ന ജിനേഷിനെയാണ് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം കാപ്പ ആക്ട് പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്ന വിലക്ക് ഉത്തരവിട്ടത്. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവില ഒറ്റയടിക്ക് താഴ്ന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 6555 രൂപയായി. പവന് 800 രൂപ താഴ്ന്ന് 52,440 രൂപയായി. മാർച്ച് 29 തീയതിയാണ് സ്വർണ്ണവില 50,000 കടന്നത്. ഒറ്റത്തവണ 440 രൂപ വർദ്ധിച്ച് 50,400 രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞു നിന്ന സ്വർണ്ണവില ഏപ്രിൽ മുതലാണ് വീണ്ടും ഉയരാൻ തുടങ്ങിയത്. അയ്യന്തോൾ പള്ളിക്ക് സമീപം കലുങ്ക് നിർമ്മാണത്തിന് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കൽ കൂട്ടത്തിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികന് പരിക്ക്. മലപ്പുറം സ്വദേശി ഷാഹുൽ ഹമീദിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ അയ്യന്തോൾ പുഴയ്ക്കൽ റൂട്ടിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. മണ്ണുത്തി പട്ടാളക്കുന്നിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 6 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പൊങ്ങണങ്കാട് സ്വദേശി തീയത്തുപറമ്പിൽ അനീഷാണ് പിടിയിലായത്. കഞ്ചാവ് കടത്തിൽ സജീവമായ പ്രതി. വാടകയ്ക്ക് വീടെടുത്ത് മാറി മാറി താമസിച്ച് വളരെ തന്ത്രപരമായാണ് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിബു, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുദർശനകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോഹനൻ, സോണി കെ ദേവസി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിയ 12 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടിയിരുന്നു. വാണിജ്യം. മികച്ച ആയുർവേദ ചികിത്സയുമായി തൃശൂർ സ്പെബ ക്ലിനിക് കുരിയച്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാത്തരം രോഗങ്ങൾക്കുമുള്ള ആയുർവേദ ചികിത്സകളുമായാണ് സ്പെബ ക്ലിനിക് കുരിയച്ചിറ സെന്റ് തോമസ് സ്ട്രീറ്റിൽ മാംഗോ ബേക്കറിക്ക് മുകളിലായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ കൗൺസിലർ നിമ്മിറപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു. 20 വർഷത്തോളമായി ആയുർവേദ ചികിത്സാ അധ്യാപന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ രാജ്കുമാർ, ഡോക്ടർ രമ്യകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകുന്നത്. ആയുർവേദ രംഗത്തെ ശാസ്ത്രീയവും കാലാനുസൃതമായി പരിഷ്കരിച്ചതുമായ ചികിത്സയാണ് സ്പെബ ക്ലിനിക്കിന്റെ പ്രത്യേകത. ചിലവ് കൂടിയ എല്ലാത്തരം പഞ്ചകർമ്മ ചികിത്സകളും കിടത്തി ചികിത്സയില്ലാതെ ചുരുങ്ങിയ ചിലവിൽ രോഗികൾക്ക് ലഭ്യമാക്കുന്നു. കൂടാതെ മരുന്നുകൾ കുറച്ചും ചിലപ്പോൾ മരുന്നില്ലാതെയും കൃത്യതയോടെയും വേഗതയോടെയും സൂക്ഷ്മതയോടും കൂടി രോഗശമനം ഇവിടെ സാധ്യമാക്കുന്നുണ്ട്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 വരെയാണ് സ്പെബ ആയുർവേദ ക്ലിനിക്കിന്റെ പ്രവർത്തനം. കൂടാതെ ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ വൈകിട്ട് 6:30 വരെ ഡോക്ടർ രമ്യകൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക വിഭാഗവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ.
ആദായനികുതി വകുപ്പ് പാർട്ടിയെ വേട്ടയാടുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. പാർട്ടിയുടെ 1 കോടി രൂപ മരവിപ്പിച്ച ആദായനികുതി വകുപ്പിന്റെ നടപടിയെ നിയമപരമായി നേരിടുമെന്നും MM വർഗീസ്. സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യാഴാഴ്ച മുതൽ പരിഷ്കാര നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ക്യാൻസറിനടക്കമുള്ള വില കൂടിയ മരുന്നുകൾ പുറമെ നിന്ന് കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിൽ രോഗികൾ. കനത്ത ചൂടിന് നേരിയ ആശ്വാസം. സംസ്ഥാനത്ത് ബുധനാഴ്ച ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തില്ല. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുവാൻ ഉന്നതതല സമിതി യോഗം വ്യാഴാഴ്ച ചേരും. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലും സമീപ പഞ്ചായത്തുകളിൽ വ്യാഴാഴ്ച കുടിവെള്ള വിതരണം തടസ്സപ്പെടും. കുരിങ്ങൽകുത്ത് പുളിയിലപ്പാറയിൽ കരടിയിറങ്ങി. മേഖലയിൽ കരടിയുടെ സാന്നിധ്യം പതിവാകും. തിരുമിറ്റക്കോട് പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടു വീണു. ഒഴിവായത് വൻ ദുരന്തം. വരന്തരപ്പള്ളി കാളക്കല്ലിൽ പെട്ടിയോട്ടോ തടഞ്ഞ് കവർച്ചാശ്രമം. സ്കൂട്ടറിലെത്തിയ 3 പേർ ചേർന്ന് ഡ്രൈവറെ മർദ്ദിച്ചു. അക്രമികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.